പലരും നമ്മോട് ചോദിക്കാറുണ്ട് പ്രമേയം പോലത്തെ അസുഖങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് കൂടുതലാണ്. പഴയ കാലം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കൂടുതലാണ്. അതിന് മെയിനായിട്ട് കാരണം എന്താ ഞാൻ പറഞ്ഞാൽ പഴയ കാലത്തെ ആളുകൾ ആരും ഇത് ഡയഗ്നോസ് ചെയ്തില്ല, ആരും ബ്ലഡ് ടെസ്റ്റ് പോലത്തെ കാര്യങ്ങളും ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും 2 മാസം കൂടുമ്പോഴൊക്കെ പലരും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അതിന്റെ സൈനാപ്സ്, പ്രമേയത്തിന്റെ സൈനാപ്സ് സിംറ്റംസ് ഒക്കെ ആളുകൾക്ക് അറിയാൻ കഴിയും. പിന്നെ നമ്മുടെ ജീവിത ശൈലികളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്നൊക്കെ നമ്മൾ ചെയ്യുന്ന കായികാധ്വാനം വളരെ കുറവാണ്. നമ്മുടെ ജോലികളൊക്കെ ഭയങ്കര ഈസിയാണ്. കാരണം നമ്മുടെ വീട്ടിലോട്ട് തന്നെ നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ പണ്ട് സ്ത്രീകൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉമ്മൊക്കെ ചെയ്തിരുന്ന ജോലികൾ ഇന്ന് അവർക്ക് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ വെള്ളം കോരേണ്ട ആവശ്യമില്ല, സ്വിച്ച് ഇട്ടാൽ മതി, മോട്ടർ. അതുപോലെ അരയ്ക്കാനാണെങ്കിൽ മിക്സി ഉണ്ട്, അമ്മിമിട്ട് അരച്ചുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അതുപോലെ പൊടിപ്പിക്കാനൊക്കെ ഒരലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ കായികാധ്വാനം കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഭയങ്കര നല്ല കലോറിയുള്ള നല്ല ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ കഴിക്കാൻ കഴിയുന്നില്ല. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വളരെ കുറവായിരുന്നു. ചിലപ്പോൾ പട്ടിണിയായിരിക്കും, ചിലപ്പോൾ 1-2 നേരമൊക്കെ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജത്തിൽ അവള് ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് പോലെ നമ്മളെ വയറിന് ചുറ്റും വന്ന് അടിഞ്ഞുകൂടി അത് പ്രമേയം പോലത്തെ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.